ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ എക്സാം നവംബർ 21 ആണ്. അതുപോലെ ലൈൻമാൻ്റെ എക്സാം ഡിസംബർ 16 ആണ്. സോ അതിൻ്റെ ബേസിൽ നമ്മളൊരു ഇലക്ട്രിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് 37 ആണ്. 36 വരെ കാണാത്തവരെ കാണാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതോടൊപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ അൺഅക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. ഇനി നമുക്ക് 2 ക്ലാസ് ഉണ്ട്. രാവിലെ 10:30 അതുപോലെ 3 മണിക്കും 2 ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 70 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ് ദിശ 20 ഒക്ടോബറിൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 30 ഡേയുടെ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണ്. 21 ഒക്ടോബർ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ ആരംഭം 150 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ചാണ് ഫോർ 10th ലെവൽ എക്സാംസ്. LDC, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ബിഗിനേഴ്സ് ബാച്ചാണ്. ഓക്കെ, അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിൻ്റെ ഒരു 60 ഡേയുടെ ബാച്ചും റണ്ണിങ് ആണ്. റിസർച്ച് ഓഫീസർ എക്സാമിൻ്റെ പ്രയാണം 75 ഡേയുടെ ബാച്ചസും റണ്ണിങ് ആണ്. ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് റണ്ണിങ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്. 40 ക്വസ്റ്റ്യൻസ് ഇൻ 30 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒക്ടോബർ 22, 29 ആണ് ഇനി അടുത്ത എക്സാം ഉള്ളത്. അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. ഓൾ കേരള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഫോർ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഓർ സെക്കൻഡ് അസിസ്റ്റൻറ്റ് എക്സാം 100 ക്വസ്റ്റ്യൻസ് ഇൻ 75 മിനിറ്റ്സ്. ഡിസംബർ 21 ഇന്ന് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:15 വരെയാണ്. പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസ് എക്സിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും 10% ഓഫും ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ LDC, LGS അതുപോലെ LD ടൈപ്പിസ്റ്റ് ഒക്കെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം അവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വരുന്ന നമ്മുടെ ലൈവായിട്ട് വരുന്ന ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആ ഒരു സെക്ഷനിലും എല്ലാവരും ലൈവ് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയുടെ ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് നോക്കാം. Which tool is used to measure the size of the conductor? Which tool is used to measure the size of the conductor? ഏത് ടൂളാണ്? ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുമ്പം നമുക്കറിയാം ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് വയർ സൈസസ് ആണ്. നമുക്കതിനെ വേണമെങ്കിൽ ഇമ്പീരിയൽ വയർ ഗേജ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഗേജ് എന്നും പറയാം. സൈസ് ഓഫ് ദി കണ്ടക്ടേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബിവൽ ഗേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അഡ്ജസ്റ്റിംഗ് ഗേജ് ആണ്. നമ്മൾ ആംഗിൾസ് ഒക്കെ സെറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ബിവൽ ഗേജ് ഉപയോഗിക്കുന്നത്. വേർണിയർ കാലിപ്പർ എന്ന് പറയുമ്പം ലീനിയർ ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ഡെപ്ത് ഗേജ് എന്ന് പറയുമ്പം ഒരു മെഷർമെൻറ്റ് ഡിവൈസ് ആണ്. അത് എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണ്? ലീനിയർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ബിലോ എ റെഫറൻസ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വന്നിട്ട് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓവർ ഹെഡ് ലൈൻസ് ടു ടാപ്പ് ഇലക്ട്രിക്കൽ എനർജി ഫോർ സർവീസ് കണക്ഷൻ. ഏത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്? ഓവർ ഹെഡ് ലൈൻസിൽ യൂസ് ചെയ്യുന്ന ടു ടാപ്പ് ഇലക്ട്രിക്കൽ എനർജി ഫോർ സർവീസ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ബ്രിട്ടാനിയ ജോയിൻ ആണോ, സ്കാർഫെഡ് ജോയിൻ ആണോ, ടീ ജോയിൻ ആണോ, റാറ്റ് ടീൽ ജോയിൻ്റ് ആണോ? ദ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ഇൻ ഓവർ ഹെഡ് ലൈൻസ് ദിസ് ടീ ജോയിൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വർക്കിംഗ് വോൾട്ടേജ് റേഞ്ച് ഓഫ് എ നിയോൺ ടെസ്റ്റർ? ഒരു നിയോൺ ടെസ്റ്ററിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് റേഞ്ച് എത്ര? ഇറ്റ് ഈസ് 100 to 250 വോൾട്ട് ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ റിക്വയർമെൻറ്റ് ഓഫ് കമ്പഷൻ എന്ന് വെച്ചാൽ കമ്പഷൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെ വേണം? ഫ്യൂവൽ, ഓക്സിജൻ, ഹീറ്റ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പ്രൊഹിബിഷൻ സൈൻസ് ആർ മെയ്ഡ് ഇൻ ഷേപ്പ്. ഏത് ഷേപ്പാണ് പ്രൊഹിബിഷൻ സൈന്? ഇറ്റ് ഇസ് സർക്കുലർ ഷേപ്പ്. കോമ്പിനേഷൻ പ്ലെയർ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ആൻഡ് ഗ്രിപ്പ് ദി ഇലക്ട്രോണിക് കോമ്പണൻസ്. ഹോൾഡ് ആൻഡ് ഗ്രിപ്പ് സിലിണ്ടറിക്കൽ ഷേപ്ഡ് ഒബ്ജക്ട്സ്, കട്ട് വയേഴ്സ് ആൻഡ് കേബിൾസ് ഓഫ് സ്മോൾ ഡയമീറ്റർ. ഓൾ ഓഫ് ദി എബോയ് ആണ് വരുന്നത് ആൻസർ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് ടു ബി യൂസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഓർ ഇൻസ്റ്റലേഷൻ അണ്ടർ ഫയർ? സോറി, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഹാലോൺ ടൈപ്പ് ആണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഓൺ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. ഏതായിരിക്കും? ഇറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഹ്യൂമൻ ബോഡി. ആൻഡ് ഓയിലി ഫ്ലോർ ഷുഡ് ബി ക്ലീൻഡ് ബൈ. ഓയിലി ഫ്ലോർ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം? ബൈ യൂസിങ് സോഡസ്റ്റ്. പത്താമത്തെ ക്വസ്റ്റ്യൻ. വൈ സേഫ്റ്റി റൂൾസ് ആർ നെസസറി ഫോർ ആൻ ഇലക്ട്രീഷ്യൻ? ഒരു ഇലക്ട്രീഷ്യന് സേഫ്റ്റി റൂൾസ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? മെയിൻലി ടു അവോയ്ഡ് പ്രൊഡക്ഷൻ ലോസും ടു അവോയ്ഡ് പേഴ്സണൽ ഇഞ്ചുറി. ബോത്ത് 1 and 2 ആണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് എക്സ്റ്റിംഗ്വിഷിംഗ് ദ ഫയർ ബൈ കട്ടിംഗ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ബൈ യൂസിങ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ സാൻഡ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? കൂളിംഗ് ആണോ, സ്മൂത്തറിംഗ് ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി സ്മൂത്തറിംഗ് ആണ്. ഓക്കെ,
അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ പേഴ്സൺ ഹാസ് ബീൻ വിക്ടിമൈസ്ഡ് ബൈ എൻ ഇലക്ട്രിക് ഷോക്ക് ഫസ്റ്റ് വി ഷുഡ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പുട്ട് ദി മെയിൻ സ്വിച്ച് ടു ഓഫ് ആണോ, ആൻഡ് റിലീസ് ദ വിക്ടിം ഫ്രം ദി ഇലക്ട്രിക് കോൺടാക്റ്റ് ആണോ, പുട്ട് ദി വിക്ടിം ടു റിലീസ് ഹിം ഓർ ഹെർ ഫ്രം ദി ഇലക്ട്രിക് കോൺടാക്ട് വൈൽ കീപ്പിംഗ് അവർ സെൽസ് ഐസൊലേറ്റഡ് ഫ്രം ദി എർത്ത് ആണോ, റിമൂവ് ദി പ്ലഗ് ടോപ്പ് ഓഫ് ദി എക്യുപ്മെൻറ്റ് സപ്ലൈ കോഡ് വൈൽ അവോയ്ഡിംഗ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ വിക്ടിം ആണോ, ഫോളോ എനി വൺ ഓഫ് ദി മെത്തേഡ് സ്റ്റേറ്റഡ് അബോവ്. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ആദ്യം യൂസ് ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ റെക്കമെൻഡഡ് കോൺഫിഗറേഷൻ ഫോർ സോൾഡറിങ് ഏതായിരുന്നു? ഏത് ജോയിൻ്റ് ആണ്? ഇറ്റ് ലാബ് ജോയിൻ്റ് ആണ്. ലാബ് ജോയിൻ്റ് ആണ് റെക്കമെൻഡഡ് കോൺഫിഗറേഷൻ ഫോർ സോൾഡറിങ്. ഓക്കെ. ബട്ട് ജോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ വീക്കാണ്, സ്മോൾ ജോയിൻറ്റ്സ് ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്, വീക്കാണ്. ഓക്കെ. അതുപോലെ സ്കാഫ് ജോയിൻറ്റ്, അത് മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഗ്രേറ്റർ ജോയിൻറ്റ് ഏരിയ. സ്കാഫ് അതായത് ഏരിയ കൂടുതലാണ്, ഗ്രേറ്റർ ജോയിൻറ്റ് ഏരിയ ആണെങ്കിൽ നമ്മൾ സ്കാഫ് ജോയിൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് എ സിംഗിൾ പോൾ സ്വിച്ച്? സിംഗിൾ പോൾ സ്വിച്ചിൻ്റെ ഹൈറ്റ് 1.5 മീറ്റർ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സ്വിച്ച് എന്ന് പറയുമ്പോൾ ഷോൾ ബി ഇൻസ്റ്റാൾ അറ്റ് എ ഹൈറ്റ് ഓഫ് 1.3 മീറ്റർ എബോവ് ദി ഫ്ലോർ ലെവലാണ്. ആസ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ ഐഡിയൽ ഹൈറ്റ് ഓഫ് എ സിംഗിൾ പോൾ സ്വിച്ച് എന്ന് പറയുമ്പോൾ 1.5 മീറ്റർ ആണ്. സിംഗിൾ സോക്കറ്റ് ഔട്ട്ലെറ്റ് ഒക്കെ ആണെങ്കിൽ എത്രയാണ്? ഇത് 0.25 അല്ലെങ്കിൽ 1.3 മീറ്റർ എബോവ് ദി ഫ്ലോർ ആയിരിക്കണം. അതുപോലെ ബോട്ടം പോയിന്റ് ഓഫ് ദി സീലിംഗ് ഫാനും ഫ്ലോറും ഷോൾ നോട്ട് ബി ലെസ് ദാൻ, അതിൻ്റെ ക്ലിയറൻസ് എന്ന് പറയുന്നത് ക്ലിയറൻസ് ബിറ്റ്വീൻ ബോട്ടം പോയിന്റ് ഓഫ് ദി സീലിംഗ് ഫാനും ആൻഡ് ദ ഫ്ലോർ ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.4 മീറ്റർ. ഇതൊക്കെ നോക്കി പഠിച്ചോണം. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് അൺലൈക്ലി ടു കോസ് ആൻ ഇലക്ട്രിക് ഷോക്ക് വൈൽ ഡൂയിങ് ഇലക്ട്രിക് വർക്ക്. ഡാഷ് ഈസ് അൺലൈക്ലി ടു കോസ് ആൻ ഇലക്ട്രിക് ഷോക്ക് വൈൽ ഡൂയിങ് ഇലക്ട്രിക് വർക്ക് ഏതായിരിക്കും? ഇറ്റ് ഇസ് ഡ്രൈ വുഡ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ വയർ ഫോർ കോപ്പർ ക്യാരിങ് കറണ്ട് ഓഫ് 50 ആംപിയർ. 50 ആംപിയർ ആണെങ്കിൽ എത്രയായിരിക്കും? അതിൻ്റെ ഒരു ടേബിൾ ഞാൻ 12 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ വന്നിട്ട് നിങ്ങളിത് ടേബിൾ പഠിക്കുക. ഓക്കെ. ഈ ടേബിൾ ഓരോന്നും പഠിക്കുക, ഓരോ കോപ്പർ അലുമിനിയത്തിൻ്റെയും ഓരോ സൈസ് നോക്കി പഠിക്കുക. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെഗ് യൂസ്ഡ് ഫോർ കണക്ടിങ് ആൻ അലുമിനിയം കേബിൾ to a copper bus bar. Identify the type of lug used for connecting an aluminum cable to a copper bus bar. ഏത് ടൈപ്പ് ഓഫ് ലഗ് ആയിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ബൈമെറ്റാലിക് കേബിൾ ലഗ് ആണ്. ഇൻ ഇന്ത്യ സിംഗിൾ ഫേസ് AC wall sockets are generally supplied with ഏത് ഫ്രീക്വൻസിയാണ്? 50 Hz ഇന്ത്യയിൽ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ് ടു ഫിക്സ് ദ സ്ക്രൂ ഓൺ കോൺക്രീറ്റ് വാൾ ആൻഡ് സീലിംഗ്? സ്ക്രൂ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇറ്റ് ഈസ് റോൾ പ്ലഗ് ആണ് യൂസ് ചെയ്യുന്നത്. The last question, PVC insulated non-sheathed single core cables are most preferably used in PVC insulated non-sheathed single core cables യൂസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വയറിംഗ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈവായിട്ട് നമുക്ക് 2 ക്ലാസ് ഉണ്ട്, ലൈവിലും വരിക. ഓക്കെ. താങ്ക് യു.